ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓംലെറ്റാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഓട്സ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റീൽ കട്ട് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാദാ ഓട്സോ റോൾഡ് ഓട്സോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കണ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുതിരണം, അതിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീര ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പച്ചക്കറികളാണോ ഇതിൽ ചേർക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയും പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എരിവിന് പാകത്തിനുള്ള എരിവിന് പച്ചമുളക് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്സൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, കരിവേപ്പില നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓംലെറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക തീ. അതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഈ പാനൊന്ന് കമത്തിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ വീണ്ടും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മുട്ട ഓംലെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സൈഡും കൂടിയും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡും ഒന്നും കൂടി തിരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഓട്സ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പാനിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ പാനൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഓട്സ് ഓംലെറ്റാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.